യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ല എന്ന സൂചനകൾ കൂടി ഗൾഫ് മേഖലയിൽ നിന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് വരികയാണ്. ഇറാനെതിരായ സൈനിക നടപടി തുടരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വേണ്ടിവന്നാൽ കരയുദ്ധം നടത്തും. യുദ്ധം 1 മാസം വരെ നീണ്ടേക്കാം. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. മുന്നറിയിപ്പുകളെല്ലാം ഇറാൻ അവഗണിച്ചുവെന്നും ഇറാന്റെ 10 കപ്പൽ തകർത്തുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. Longest and most powerful by far military in the world, and we will easily prevail. We're already substantially ahead of our time projections, but whatever the time is, it's okay. Whatever it takes, we will always, and we have right from the beginning, we projected 4 to 5 weeks, but we have capability to go far longer than that. We'll do it. Whatever somebody said today, they said, oh, well, if the president wants to do it really quickly. After that, he'll get bored. I don't get bored. There's nothing boring about this. Do you agree with that, Pete? I don't think there's anything, Mr. General. I think there's nothing boring about it. Somebody actually said from the media, I think he'll get bored after about a week or two. No, we don't get bored. I never get bored. If I got bored, I wouldn't be standing here right now. I guarantee you that, to go through what I had to go through. We also projected 4 weeks to terminate the military leadership, and as you know, that was done in about an hour, so we're ahead of schedule there by a lot. വിവരങ്ങളുമായി ബി കെ സുഹൈൽ ചേരുകയാണ്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. നോക്കൂ, നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ യുദ്ധം അധികം നീളാതെ അവസാനിക്കും, സമാധാനം പുലരും, ഈ ആശങ്കയൊക്കെ ഇല്ലാതാകും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറയുന്നു 1 മാസം വരെ യുദ്ധം നീണ്ടേക്കാം. ഇപ്പോൾ നടക്കുന്നത് പോലെയല്ല, കരയുദ്ധത്തിനും തങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാൻ തന്നെയാണോ സാധ്യത? ഒരു കരയുദ്ധത്തിലേക്കടക്കം ഈ ഒരു സാഹചര്യം നീളുന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദിവ്യ, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത അതിന് കൂടുതൽ ഉപോത്പലകമാകുന്നതാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട് നൗ എന്നുള്ളതാണ്. ഇനി പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് US സിറ്റിസൺസ് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കണം എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ബഹ്റൈൻ, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, വെസ്റ്റ് ബാങ്ക്, ഗസ, ജോർദാൻ, കുവൈത്ത്, ലബനാൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, UAE, യമൻ, ഈ രാജ്യങ്ങളിൽ നിന്ന് US സിറ്റിസൺസ് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കണം എന്ന് അമേരിക്ക പറയുകയാണ്. അതിൻ്റെ അർത്ഥം ഈ മേഖലയിലാകെ വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന വലിയ ആശങ്കയാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്തയാണ് കൂടുതൽ റീഫില്ലിംഗ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ജെറ്റ് വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളിലും അതേപോലെ തന്നെ കപ്പലുകളിലുമെല്ലാം എണ്ണ നിറക്കാനുള്ള കൂടുതൽ കപ്പലുകളെ, കൂടുതൽ എയർക്രാഫ്റ്റുകളെ ഈ മേഖലയിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണ് എന്ന പുതിയ വാർത്തയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല. കുറച്ചുകൂടി വിശാലമായ ഒരു യുദ്ധത്തിലേക്ക്, ഈ രാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക്, ഒരു മേഖലാ യുദ്ധം എന്ന് നമുക്ക് പറയാവുന്ന ഒരു പ്രാദേശികമായ മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് വളരുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇത് ലാസ്റ്റ് ബെസ്റ്റ് ചാൻസ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനെ അടിക്കാനും ഇറാനെ ഇല്ലാതെയാക്കാനും പറ്റാവുന്ന അവസാനത്തെ ഏറ്റവും നല്ല ഒരു ചാൻസായി ഈ സമയം ഉപയോഗപ്പെടുത്താം എന്ന് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടുന്നുവെങ്കിൽ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവസാനത്തെ ആയുധവും അമേരിക്ക പുറത്തെടുക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇറാൻ കൂടി അതിന് തക്ക മറുപടി നൽകുകയും ചെയ്യുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. കഴിഞ്ഞ 47 വർഷത്തോളമായി അവർ കൊണ്ടു നടക്കുന്ന അവരുടെ ഇരുമ്പ് മറക്കുള്ളിൽ കരുതി വച്ചിട്ടുള്ള ഇസ്ലാമിക വിപ്ലവാനന്തരമുള്ള ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തെ അതിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവിനെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ള ഓരോരുത്തരെയും വധിക്കാനായി അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ എല്ലാ ആസൂത്രണവും നടത്തി അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. അവരുടെ മിസൈൽ ശേഖരവും ആയുധ ശേഖരവും തകർക്കുക എന്നുള്ളത് ലക്ഷ്യമാണ് എന്ന് പ്രഖ്യാപിച്ചിറങ്ങുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പടയൊരുക്കം മിഡിൽ ഈസ്റ്റിലേക്ക് നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ജീവന്മാരുടെ പോരാട്ടമാണ്.
അങ്ങനെയാണ് എങ്കിൽ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യെസ്, അതാണ് സുഹേൽ. നമുക്ക് കരയുദ്ധമൊക്കെ ആസന്നമാകുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരാശങ്കയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഇപ്പോഴുണ്ടാകുന്നത് പോലെയൊന്നും ആയിരിക്കില്ല അപ്പോൾ സാഹചര്യങ്ങൾ. കരയുദ്ധത്തിലേക്ക് കഴിഞ്ഞാൽ വലിയ രീതിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാകും, ആളുകളുടെ ജീവനാശമുണ്ടാകും, മറ്റ് നാശനഷ്ടങ്ങളുണ്ടാകും. അത് മാത്രമല്ല ഈ ഗൾഫ് മേഖലയിൽ തന്നെ, ഗൾഫ് മേഖല മാത്രമല്ല ഈ ലോക സമാധാനത്തിന് തന്നെ അത് ബാധിക്കുന്ന തരത്തിലേക്കാണ്. അതിലേക്ക് നീളുമോ അതോ അതിന് മുൻപായി ഒരു സമാധാനം പുലരാനുള്ള സാധ്യത ഉണ്ടാകുമോ? തീർച്ചയായും അതിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇറാനെ ഇപ്പോഴില്ലെങ്കിൽ പിന്നീട് അടിക്കാൻ കഴിയില്ല എന്ന നിലപാട് നെതന്യാഹു കൂടി എടുക്കുന്നുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ യുദ്ധലക്ഷ്യങ്ങൾ അദ്ദേഹം എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണമെങ്കിൽ, ഒരു ടോട്ടൽ വിക്ടറി നേടണമെങ്കിൽ ഇറാൻ കൂടി ഇല്ലാതെയാകണം എന്നാണ് നെതന്യാഹു വിചാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ബെസ്റ്റ് ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. ഖാംനായിയെ വധിച്ചതോടുകൂടി ഇനി അതിലപ്പുറം ചെയ്യാനൊന്നുമില്ല എന്ന് അറിയാം. അതിനേക്കാൾ വലിയ സംഘർഷങ്ങളിലേക്ക് പോകാൻ ഒന്നുമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഇനി അവിടെ ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ വേണ്ടിവരും. നമുക്കറിയാം ഏത് ഭരണമാറ്റവും എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഒരു വ്യോമാക്രമണത്തിലൂടെ ഭരണം മാറിയ ഒരു ചരിത്രം ഇല്ല. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ കരയിലൂടെ ആക്രമണം നടത്തേണ്ടി വരും. അവിടെയുള്ള ഓരോന്നോരോന്നായി പിടിച്ചെടുക്കേണ്ടി വരും. ആ കൊട്ടാരത്തിലേക്കും അതേപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്ര അത് കരയുദ്ധത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരു കരയുദ്ധത്തിലേക്ക് കൂടി കടക്കണമെങ്കിൽ കൂടുതൽ സൈനികർ അങ്ങോട്ട് എത്തേണ്ടി വരും. പക്ഷേ ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ കൂടി ഭാഗമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു കരയുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിലവിലുള്ള ഇറാനിയൻ ഭരണകൂടം കീഴടങ്ങുക എന്നൊക്കെയാണ് അമേരിക്ക ഈ ഒരു ഭീഷണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ വഴങ്ങാൻ തയ്യാറല്ല എന്ന് ഇറാനും നിലപാടെടുക്കുന്നു. ഇറാൻ ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത് മരിക്കുന്നതിനും അതേപോലെ തന്നെ ഈ യുദ്ധം തുടരുന്നതും അത് വെച്ച് നോക്കുമ്പോൾ കീഴടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. ആ കീഴടങ്ങാനിൽ ഒരിക്കലും വിധേയരാകേണ്ടതില്ല. പ്രത്യേകിച്ചും ഖാംനായി കൊല്ലപ്പെട്ടു. അതിനുശേഷമുള്ള ഒരു പുതിയ നേതൃത്വമാണ് കടന്നു വരുന്നത്. ഖാംനായി 37 വർഷമായി ഇറാനിൽ കൊണ്ടു നടന്നിരുന്ന ഈ ഒരു പോരാട്ട വീര്യം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ടുള്ള ഒരു നിലപാട്, അതിന് ഒറ്റ ദിവസം കൊണ്ട് കീഴടങ്ങുന്ന ഒരു തരത്തിലേക്ക് പോകേണ്ടതില്ല. ഒരു ചർച്ചയ്ക്കും ഇനിയിപ്പോൾ അമേരിക്കയുമായോ അല്ലെങ്കിൽ ഇസ്രായേലുമായോ ഇൻഡയറക്റ്റ് ആയിട്ട് പോലും നടത്തേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇറാനിയൻ ഭരണകൂടം എത്തുകയാണ്.